കമ്മ്യൂണിസ്റ്റുകൾക്ക് ക്ഷേത്ര ദർശനം നിഷിദ്ധമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒളിച്ചും പാത്തും മിത്തുകളെ കാണാൻ പോകുന്നത് എന്തിനാണെന്നാണ് ചോദ്യം. വർഷങ്ങൾക്ക് മുമ്പ് സന്ദേശം സിനിമയിൽ കുമാരപിള്ളിയോട് സഖാവ് ശ്രീനിവാസൻ ചോദിച്ചതാണ് ഇപ്പോൾ ജയരാജനോടും പിണറായിയും അടക്കമുള്ള മുന്തിയ സഖാക്കന്മാരോട് ജനങ്ങൾ ചോദിക്കുന്നത്. അവിചാരിതമായി ചായ കുടിക്കാനാണ് കൊടുങ്ങല്ലൂരിൽ കാർ നിർത്തിയതെന്നും അപ്പോൾ വീട്ടി ഇന്ദുചൂടന്റെ പുസ്തകം ഓർമ്മിച്ച് കാവ് കാണാൻ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയതാണെന്നും തൊഴുതില്ലെന്നും ഭക്തനല്ലെന്നുമാണ് പി ജയരാജന്റെ അവകാശവാദം. എങ്കിൽ പിന്നെ അകമ്പടി സേവിക്കാൻ ദേവസ്വം കാത്തു നിൽക്കാൻ ക്ഷേത്ര ജീവനക്കാരെയും നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയത് എന്തിന്? ക്ഷേത്രം വലം വെച്ച് ജീവനക്കാരെ കൊണ്ട് ആരും അറിയാതെ വഴിപാട് ചെയ്യിപ്പിച്ചതും എന്തിനാണ് ഈ ഒളിച്ചുകളി? കമ്മ്യൂണിസ്റ്റുകൾക്ക് ക്ഷേത്ര ആരാധനാലയങ്ങൾ നിഷിദ്ധമല്ലെന്ന് പള്ളിയിൽ കൊണ്ടുപോയി കുഞ്ഞിനെ മാമോദിസ മുഖ്യ ഡിവൈഎഫ്ഐ നേതാവ് ജയിക്കുമെന്ന് മുൻ ആലപ്പുഴ MP ആരിഫും കാണിച്ചു തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തലയിൽ മുണ്ടിട്ട് സാക്ഷാൽ പിണറായിയുടെ മകൻ ഗുരുവായൂരിൽ ദർശനം നടത്തിയതും എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണ് ഈ കള്ളക്കളി? മാർക്സിസ്റ്റ് പാർട്ടി ഗണപതി ഹോമം വിലക്കിയത് എന്തുകൊണ്ട്? ഗണപതിയടക്കം ഹിന്ദു ദൈവങ്ങൾ മിത്താണെന്ന് പ്രഖ്യാപിച്ചത് എന്തിനായിരുന്നു? ഭഗവത്ഗീത ചാതുർവർണ്ണ സൃഷ്ടിക്കുപായ ഗ്രന്ഥം എന്ന് ആക്ഷേപിച്ചത് എന്തുകൊണ്ട്? ഹിന്ദു മതദൈവങ്ങൾ മാത്രമാണോ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഹറാം? മിസ്റ്റർ ജയരാജ, എല്ലാ കമ്മ്യൂണിസ്റ്റുകാരുടെയും അവസാന ആശ്രയം ക്ഷേത്രവും ആശ്രമങ്ങളുമാണെന്ന് നക്സൽബാരി മുതൽ സാധാ കമ്മ്യൂണിസ്റ്റുകാരുടെ വരെയുള്ള ചരിത്രം സൂചിപ്പിച്ച് ശ്രീ VT ഇന്ദുചൂടൻ എഴുതിയിട്ടുണ്ട്. ദേശാഭിമാനി പത്രാധിപനായിരുന്ന VT ഇന്ദുചൂടൻ വിപ്ലവം തലയ്ക്ക് പിടിച്ച് ഹിന്ദു മതത്തിനെതിരെ എഴുതിയതിൽ പശ്ചാത്തപിച്ചുകൊണ്ട് പറഞ്ഞതും പഴയ എക്സ്പ്രസ് പത്രത്തിൽ എഴുതിയതും ഓർക്കുന്നു. കേരളത്തിലെ സോകോൾ ആധുനിക പുരോഗമനവാദികളായ കമ്മ്യൂണിസ്റ്റുകൾ ഹിന്ദു ദേവീദേവന്മാരുടെ പാദങ്ങളിൽ എത്തുമെന്ന് VT ഇന്ദുചൂടൻ ഉദാഹരണങ്ങൾ അടക്കം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പി ജയരാജൻ VT ഇന്ദുചൂടന്റെ പുസ്തകം വായിച്ചു തുടങ്ങിയത് നന്നായി. എന്തായാലും തണ്ണിമത്തൻ സ്വഭാവമാണ് കമ്മ്യൂണിസ്റ്റുകളുടേത്. പുറത്തൊന്ന് പറയും, അകത്ത് മറ്റൊന്ന് ചെയ്യും. എന്തായാലും മിസ്റ്റർ ജയരാജ, ധൈര്യമായി എല്ലാവരും കാണുകയും പോയി ക്ഷേത്രത്തിൽ ദർശനം നടത്തൂ. ഞങ്ങൾ സംഘികൾക്ക് സന്തോഷമേ ഉള്ളൂ.